അപ്പം നമ്മൾ മറ്റേ മലയാളം പറഞ്ഞില്ലേ, അതിനെ പറ്റിയിട്ടുള്ളത്. ഇതുവഴി നടക്കുമ്പോൾ ശരിക്കും ഒരു പേടിയെല്ലാം തോന്നുന്നുണ്ട്. നല്ല തണുപ്പുള്ള സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ചില സമയത്ത് പേടി വരാറുണ്ട് സീരിയസ്ലി. ഇവിടെ നടന്നു വന്നു. ഇപ്പുറം വഴി കയറാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സൈഡിലൊരു വഴിയുണ്ട്, നമുക്ക് പോയി നോക്കാം. നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയിപ്പം. ഭയങ്കര രസമുണ്ടത്. കണ്ട നിറയെ തുമ്പികളാണ്. അപ്പം നമുക്കിവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. കാണണമെങ്കിൽ നമ്മൾ അകത്ത് കിടക്കുക തന്നെ വേണം. നമുക്ക് ഈ ഒരു വ്യൂ മാത്രമാണ് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഇതുവഴി ഒന്ന് പോയാലോന്ന് വിചാരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മളോട് അവിടെ നിന്ന് വരുമ്പോൾ ആ ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വഴി. ഇത് പാലമരമാണ്. പാലമരവും പാലപ്പൂവും. ഇതുവഴി നടക്കുമ്പോൾ ശരിക്കും ഒരു പേടിയെല്ലാം തോന്നുന്നുണ്ട്. കാരണം എല്ലാം കണക്റ്റഡ് ആണല്ലോ, അപ്പുറം ഇപ്പുറം എല്ലാം കണക്റ്റഡ് ആണല്ലോ. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുന്നേ മലയണ്ണാൻ പോലത്തെ ഒരു സംഭവത്തിനെ കണ്ടത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കണ്ടത്. പൊതുവെ നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ചില സമയത്ത് പേടി വരാറുണ്ട് സീരിയസ്ലി. കാരണം ആനയുണ്ടോ എന്നൊരു പേടി തോന്നാറുണ്ട്. പിന്നെ ഇവിടുത്തെ അവരിതെല്ലാം കണ്ടിട്ട് ആനകളെ പോലെ ഒന്നും തോന്നുന്നില്ല. കണ്ടോ, ഇവിടെ എല്ലാം ഫുൾ നല്ല മൃഗങ്ങളുടെ ഒച്ചയാണ് കേൾക്കുന്നത്. ഭയങ്കര തണുപ്പ്, നല്ല തണുത്ത ഒരു എയർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു വീടാണെന്നറിയില്ല. അവിടെയൊക്കെ ആൾക്കാരെ കാണുന്നുണ്ട്. സോറി, ഫോറസ്റ്റ് ഓഫീസാണ്. കാരണം ഇവിടെ ആൾക്കാർ ഒച്ചപ്പാടെല്ലാം കേൾക്കുന്നുണ്ട്. ഇതാ അവിടെ നിന്ന് നമ്മൾ കാണുമ്പോൾ ഈ വ്യൂ അല്ലേ, അവിടെ നിന്ന് നമ്മൾ നോക്കി താഴോട്ട് ഇങ്ങനെ പുൽത്തകിട് എന്താ പറയുക, എനിക്കറിയില്ല ആക്ച്വലി, അതല്ലേ കണ്ടത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ഇതാണ്. ഇവിടെ കുറച്ച് കയറ്റമാണ്. നമ്മൾ അതുവഴിയാണ് നടന്നത്. ആ ഒരു ഭാഗത്തോട്ട് നടന്നാണ്. നല്ല രസമില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ നമ്മൾ നടന്ന് ഇപ്പുറം എത്തി. കുറച്ചുകൂടി ഉണ്ട് നമ്മുടെ വണ്ടി വെച്ചെടുത്തേക്ക്. അപ്പം നമ്മൾ മറ്റേ മലയാളനെ പറഞ്ഞില്ലേ, അതിനെ കിട്ടിയിട്ടുണ്ട്. നേരെ വന്നിട്ട് ഉച്ചപ്പാടുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം തന്നെ കേട്ടോ. നമുക്ക് പക്ഷെ നേരത്തെ തോന്നിയില്ല, വേറെ എന്തോ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ ഇതാ മലയാളം തന്നെയാണ്. രണ്ടാളുണ്ട്. അപ്പോൾ കുറച്ച് സാഹസികത യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചിമ്മിനി ഡാമിൽ നേരെ നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് റൗണ്ടൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് റൗണ്ടൊക്കെ എടുക്കാൻ നല്ല രസമായിരുന്നു. അപ്പോൾ കുറച്ച് റൗണ്ടൊക്കെ എടുത്ത് ഇനി ഇവിടെ നിന്ന് മെല്ലെ വിടാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം വന്ന വഴി തന്നെയാണ് ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞത് ഇനി നേരെ പാലക്കാട് റൂട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ പാലക്കാട് പട്ടിക്കാടാണ് നമ്മുടെ സ്ഥലം, റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ആദ്യം ചെക്കിനൊക്കെ ചെയ്യണം. ചെക്കിൻ ചെയ്തിട്ട് നമ്മൾ ലഗേജൊക്കെ വെച്ചിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട്
ഈ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് ഒരു സമാധാനമായിട്ട് അടുത്ത ലൊക്കേഷനോട്ട് പോകണം. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടു ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. കാരണം പ്രത്യേകിച്ച് വേറെ ആരും നമ്മളെ കൂടി ഉണ്ടായിരുന്നില്ല, നമ്മളൊറ്റക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം വേറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പേടിച്ചിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം തിരിച്ച് പോകുമ്പോൾ അത്ര പേടിയൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പോകുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് നമുക്കൊന്ന് റൈറ്റ് എടുക്കണം, എങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ മാപ്പിൽ കണ്ടത്. അപ്പം അത് നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നമ്മളെന്തായാലും തിരിച്ച് പോകുമ്പോൾ കുറച്ച് ഡിഫറെൻറ്റ് ആംഗിൾസ് നോക്കി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പം പുതിയതായിട്ട് ട്രൈ ചെയ്ത ഒരു ഡിഫറെൻറ്റ് ആംഗിളാണ്. ഇതെങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയിട്ട് പറയണം. നമ്മളിപ്പോൾ ഹെൽമെറ്റിൻ്റെ മുകളിലൂടെ നമ്മൾ ഇൻസ്റ്റാ 360 വെച്ചിട്ടാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കാണുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം വേണ്ടി നോക്കാൻ. എന്തായാലും ആ റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഡിഫറെൻ്റ് ആംഗിൾ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാണാൻ രസം ഉണ്ടാവും അല്ലേ. നല്ല സൂപ്പർ വഴിയാണ് നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന വഴി. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഡ്രോൺ വിഷ്വലൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുണ്ടായേനെ. എന്തായാലും തൽക്കാലം ഇൻസ്റ്റാ 360 വെച്ചിട്ട് നമുക്ക് പറ്റുന്ന ആംഗിൾസ് നോക്കാം, നമുക്ക് വീഡിയോസ് എടുക്കാം. എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ. നമ്മളിപ്പോൾ ഏകദേശം പാലക്കാട് പട്ടിക്കാട്ട് എത്തി. എനിക്ക് തോന്നുന്നു ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളെ റൂമിൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. അയാൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാകുന്ന തരത്തിലേക്ക് ഓക്കെ. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത നമ്മളെ ബുക്ക് ചെയ്ത റൂമിൻ്റെ സ്ഥലമായി. നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യണം വണ്ടി. എവിടെ ഇത് ബിൽഡിംഗ് ഏതാ? ഏതാ ആദ്യം ഉണ്ടോ? അവിടെ പാർക്കിംഗ് ഉണ്ടോ? അപ്പോൾ നമ്മൾ റൂമിലെത്തി. ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന റൂം. കൊള്ളാം, അത്യാവശ്യം നല്ല റൂമാണ്. നല്ല രസമുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ തന്നെ നല്ല റൂം കിട്ടി. അപ്പം നെക്സ്റ്റ് വീഡിയോസിൽ പാലക്കാട്ടിലെ കാഴ്ചകൾ കാണാം.